താരിഫ് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ വ്യാപാര അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ. 3 വർഷം നീണ്ട ഏതാണ്ട് 13 റൗണ്ട് ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും യുകെയും ഈ കരാർ അന്തിമമാക്കുമ്പോൾ കയറ്റുമതിക്കും ചെറുകിട വ്യാപാരികൾക്കും വലിയ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ സാധാരണക്കാരായ കർഷകർക്കോ? ആസിയാൻ കരാർ പോലെ ആകുമോ എന്ന ചോദ്യം ചില കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. അത്തരം ആശങ്കകൾക്ക് ഇടയുണ്ട്. പണപ്പെരുപ്പത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന പ്രതാപത്തിലേക്ക് ഉയരാൻ യുകെയ്ക്കും വികസിത ഭാരതം എന്ന ഇന്ത്യൻ സ്വപ്നത്തിനും നിർണായകമാകുന്ന സ്വതന്ത്ര വ്യാപാര കരാറാണിത്. നിരവധി കടമ്പകൾ പിന്നിട്ടാണ് കരാർ യാഥാർത്ഥ്യമായത്. ഇന്ത്യയും യുകെയും തമ്മിൽ ഏതാണ്ട് 4.9 ലക്ഷം കോടിയുടെ വാണിജ്യ ഇടപാടുകളാണ് പ്രതിവർഷം നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മാത്രം കണക്കാണിത്. 2030ഓടെ $120 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ഉയർത്താമെന്നാണ് പുതിയ കരാറിലൂടെ കണക്ക് കൂട്ടുന്നത്. ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, മിഷനറി, സ്പോർട്സ് ഉൽപ്പന്നങ്ങൾ, ലെതർ, പാദരക്ഷകൾ, സെറാമിക്സ്, ഫർണിച്ചർ, അങ്ങനെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഇതിനെല്ലാം ബ്രിട്ടനിൽ നികുതി കാലക്രമേണ 0 ഇന്ത്യ പ്രതീക്ഷിക്കുന്ന സുപ്രധാന നേട്ടവും ഇതുതന്നെയാണ്. മറ്റൊരു നേട്ടം ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് IT, ധനകാര്യ, വിദ്യാഭ്യാസ മേഖലകളിലെ വിസ ചട്ടങ്ങളിലെ ഇളവാണ്. തൊഴിൽപരമായ വിസകളിൽ ഇന്ത്യൻ പ്രൊഫഷണൽസിന് ഒട്ടേറെ അവസരം തുറന്നു നൽകുന്നതാണ് പുതിയ കരാർ. ഇന്ത്യൻ കമ്പനിയിലെ ജീവനക്കാരെ അതേ കമ്പനിയുടെ ബ്രിട്ടീഷ് ശാഖയിലേക്ക് മാറ്റുമ്പോൾ 3 വർഷത്തെ വിസ ലഭിക്കും. ജീവനക്കാരുടെ പങ്കാളികൾക്കും വിസ ലഭിക്കുമെന്നതാണ് നേട്ടം. ഇവർക്ക് ബ്രിട്ടനിൽ ജോലി ചെയ്യാനും സാധിക്കും. IT മേഖലയിൽ മാത്രം 60,000-ഓളം ഇന്ത്യക്കാർ ഇത്തരത്തിൽ ജോലി നോക്കുന്നവരാണ്. ഈ 3 വർഷത്തെ വിസ ബ്രിട്ടന് നീട്ടാനും കഴിയും. ഗ്രാജുവേറ്റ് ട്രെയിനികൾക്കും ഈ അവസരം മുതലാക്കാം. ബിസിനസ് സന്ദർശനത്തിനായി പോകുന്നവർക്ക് 90 ദിവസത്തെ വിസ നൽകും. യുകെയിൽ നിക്ഷേപത്തിന് താൽപര്യമുള്ളവർക്ക് 1 വർഷത്തെ വിസ നൽകും. കരാർ പ്രാബല്യത്തിൽ വന്നാൽ ഡോക്ടർമാർ, നഴ്സുമാർ അടക്കമുള്ളവരുടെ പ്രൊഫഷണൽ യോഗ്യതകൾക്ക് പരസ്പരം അംഗീകാരം ലഭിക്കും. അതായത് ഇന്ത്യൻ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും UK യോഗ്യതാ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരില്ല. ഈ ഉടമ്പടി 3 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകും. 3 വർഷത്തിൽ താഴെ ജോലിക്കായി യുകെയിലേക്ക് പോകുന്ന ഇന്ത്യക്കാർക്ക് ഇതുവരെ ശമ്പളത്തിന്റെ 20% നികുതിയായി നൽകേണ്ടിയിരുന്നു. എന്നാൽ ഈ ഉടമ്പടിയിലൂടെ ഇതില്ലാതാവുകയാണ്. $50 കോടി ഇന്ത്യൻ കമ്പനികൾക്കും പ്രൊഫഷണൽസിനും ശമ്പള ചെലവായി ലഭിച്ചേക്കാം. വിസകളുടെ എണ്ണത്തിൽ നിയന്ത്രണമുണ്ടാകില്ല എന്നതും നേട്ടമാണ്. ഇന്ത്യൻ കമ്പനികൾക്ക് വ്യാപാര മേഖലയിൽ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്യും. ഇന്ത്യയുടെ മദ്യവിപണി ബ്രിട്ടനും ഗുണം ചെയ്യും. സ്കോച്ച്, ജിന്ന് അടക്കം വിദേശ നിർമ്മിത മദ്യം നികുതി കുറച്ച് ഇന്ത്യൻ വിപണിയിലെത്തും. നിലവിൽ 150% ഇറക്കുമതി തീരുവ. ഇത് നേർപകുതിയാകും. ഘട്ടം ഘട്ടമായി 40%. പക്ഷേ ബ്രാൻഡി, റം, വോഡ്ക എന്നിവയ്ക്ക് 75%-ലേക്ക് മാത്രമേ തീരുവ കുറയൂ. ബ്രിട്ടീഷ് ഓട്ടോമൊബൈൽസ് വാഹനങ്ങളുടെ ഇറക്കുമതി കൂടും. കരാർ അനുസരിച്ച് ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കൾക്ക് ഇന്ത്യയിലെ വാഹന വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന് ഇത് അവസരമൊരുക്കും. ആഡംബര വാഹനങ്ങൾക്കടക്കം സ്വപ്നതുല്യമായ വിലക്കുറവാകും 5 വർഷത്തിനുള്ളിൽ ഉണ്ടാവുക. ജാഗ്വർ, റോൾസ് റോയ്സ്, ആസ്റ്റൺ മാർട്ടിൻ, അങ്ങനെ ആഡംബര വാഹനങ്ങളുടെ നികുതി 110%-ൽ നിന്ന് 10%-ലേക്കാണ് കാലക്രമേണ കുറയാൻ പോകുന്നത്. ഉയർന്ന എഞ്ചിൻ ശേഷിയുള്ള വാഹനങ്ങൾക്കാണ് ഇളവ് ലഭിക്കുക. 46 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് തീരുവ ഇളവ് പക്ഷെ ഉടൻ ഉണ്ടാകില്ല. ആഭ്യന്തര വിപണിക്ക് തിരിച്ചടി ഉണ്ടാകാതിരിക്കാനാണ് ഇത്. ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഇന്ത്യയിലെ ടെലികോം, ബാങ്കിംഗ്, ഇൻഷുറൻസ് രംഗത്തേക്ക് നിക്ഷേപം നടത്താനും അവസരമൊരുക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും നേട്ടമാണ് കരാർ. യുകെയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ 6 സർവകലാശാലകളാണ് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്നത്. സതാംപ്ടൺ സർവകലാശാല കഴിഞ്ഞ ആഴ്ച ഗുരുഗ്രാമിൽ ക്യാമ്പസ് തുടങ്ങിയിരുന്നു. ഇതുകൂടാതെ ലിവർപൂൾ, യോർക്ക്, അബർദീൻ, ബ്രിസ്റ്റോൾ സർവകലാശാലകളും വൈകാതെ ഇന്ത്യയിലെത്തും. ഇനി കാർഷിക മേഖലയിലേക്ക് എത്തിയാൽ കർഷകരെയും ഇന്ത്യൻ കാർഷിക മേഖലയും പരിഗണിക്കുന്ന തരത്തിലാണ് കരാർ എന്ന് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം വിശദീകരിക്കുന്നു. ക്ഷീരമേഖലയിൽ നിന്ന് പാല്, ചീസ്, വെണ്ണ, നെയ്യ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും
ധാന്യവിളകളായ അരി, ചോളം, മില്ലറ്റുകൾ, ആപ്പിൾ, കൈതച്ചക്ക, ഓറഞ്ച്, പോംഗ്രനേറ്റ് തുടങ്ങിയ പഴവർഗ്ഗങ്ങളെയും തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, കോളിഫ്ലവർ, ക്യാബേജ്, റാഡിഷ്, പയർ, ബീൻസ്, മത്തങ്ങ, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, പാവയ്ക്ക, ചുരയ്ക്ക എന്നീ പച്ചക്കറികളെയും സോയാബീൻ, നിലക്കടല, കടുക്, സോയാബീൻ ഓയിൽ, പാം ഓയിൽ, കടുകെണ്ണ, ഗ്രൗണ്ട് നട്ട് ഓയിൽ എന്നിവയുടെയും തീരുവ ഇന്ത്യ കുറച്ചിട്ടില്ല. രാജ്യത്തെ കർഷകർക്ക് തിരിച്ചടി ഉണ്ടാകാതിരിക്കാനാണ് ഇത്. ലോകത്തെ ഒന്നാകെ തീരുവ കാട്ടി ഭയപ്പെടുത്തുന്ന ട്രംപ് എങ്ങനെ ഈ കരാറിനോട് പ്രതികരിക്കുന്നു എന്നതും ചർച്ചാ വിഷയമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയ്ക്കൊരു മറുപടി നൽകാനുള്ള അവസരമാണിത്. നിലവിൽ US-ലേക്കും UK-യിലേക്കും മരുന്നും വസ്ത്രവും രത്നങ്ങളും അടക്കം കയറ്റുമതി ചെയ്യുന്നത് ഒരുപോലെയാണ്. പക്ഷേ അമേരിക്കയിൽ നിന്ന് 2024 കയറ്റുമതിയിലൂടെ $7,940 കോടി നേടിയപ്പോൾ UK-യിൽ നിന്ന് നേടിയത് $1,445 കോടി മാത്രം. പക്ഷേ ഈ അന്തരം ഈ കരാറിലൂടെ മറികടക്കാം. UK-യിലേക്കുള്ള കയറ്റുമതി ലാഭത്തിലാക്കാം. ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായും വ്യാപാര കരാർ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഫലം കണ്ടാൽ പ്രതിരോധ വസ്തുക്കൾക്കൊഴിച്ച് ഒന്നിനും അമേരിക്കയെ ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടി വരില്ല. അതായത് ട്രംപ് ഇടഞ്ഞാലും ഭാവിയിൽ അത് ഇന്ത്യയെ ബാധിക്കില്ലെന്ന് ചുരുക്കം.